അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിന് തെക്കുള്ള സുസിയ എന്ന പലസ്തീൻ ഗ്രാമത്തിൽ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ഗുരുതരമായ ആക്രമണത്തിന് ശേഷം പലസ്തീൻ ചലച്ചിത്ര സംവിധായകനും അക്കാദമി അവാർഡ് ജേതാവുമായ ഹംദാൻ ബെല്ലാലിനെ കാണാതായി. ബെല്ലാലിന്റെ സഹപ്രവർത്തകൻ യുവാൽ എബ്രഹാം ലിഞ്ച് മോബ് എന്ന് വിശേഷിപ്പിച്ച ആക്രമണത്തിൽ ബെല്ലാലിന് ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്നുവെന്നാണ് പറയുന്നത്. ചികിത്സയ്ക്കായി ബെല്ലാൽ പോയ ആംബുലൻസിൽ നിന്ന് ഇസ്രായേലി സൈനികർ ബെല്ലാലിനെ പിടികൂടിയതായും അദ്ദേഹം നിലവിൽ എവിടെയാണെന്ന് അറിയില്ലെന്നും എബ്രഹാം പറയുന്നു. അക്രമത്തെ അപലപിക്കുകയും ബെല്ലാലിനെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെ സംഭവം വ്യാപകമായ ആശങ്കയ്ക്ക് കാരണമായി. ബെല്ലാലിനെതിരായ ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ല. പലസ്തീനികൾ തങ്ങളുടെ വീടുകൾ, കൃഷിയിടങ്ങൾ എന്നിവയ്ക്കെതിരായ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ആക്രമണം സാധാരണമാണ്. പലപ്പോഴും അക്രമാസക്തവും മാരകവുമാണ് ഇവരുടെ ആക്രമണം. 2025 മാത്രം പലസ്തീനികൾക്കെതിരെ ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തിയ 220 ആക്രമണങ്ങളെങ്കിലും UN മാനുഷിക ഏജൻസിയായ OCHA രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ മസാഫറിയാട്ട പ്രദേശത്തെ പലസ്തീൻ നിവാസികളുടെ പോരാട്ടങ്ങൾ എടുത്തുകാണിക്കുന്ന ബെല്ലാലിന്റെ നോ അതർലാൻഡ് എന്ന ഡോക്യുമെന്ററി ചിത്രം 2025 മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാർ നേടുകയുണ്ടായി. എന്നാൽ ബെല്ലാലിനെതിരായ ആക്രമണം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെയും സംഘർഷങ്ങളുടെയും വ്യക്തമായ ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്.